എൻ്റെ പേര് കിങ്ങിണി. എൻ്റെ വീട്ടിൽ ഞാനും അമ്മമ്മയും അനിയനും ആണുള്ളത്. അമ്മയും അച്ഛനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. എൻ്റെയും അനിയൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത് അമ്മമ്മയാണ്. ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അനിയനാണെങ്കിലോ 7ാം ക്ലാസ്സിലും. ഞാൻ അല്പം നല്ലൊരു കുട്ടിയാണ്. എനിക്ക് പലരെയും വിളിച്ച് ഒരു ലൈനൊക്കെ സെറ്റാക്കണമെന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട് അല്പം പ്രമാണി ടൈപ്പാണ്. അതുകൊണ്ട് ഇവിടെയുള്ളവരാരും അതിന് വരില്ല എന്നറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മൂമ്മ പറഞ്ഞു, നമുക്ക് പളനിയിൽ പോകാം. എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ അനിയൻ വലിയ സന്തോഷത്തിലാണ്. എന്നെയും അവൻ നിർബന്ധിച്ചു. അങ്ങനെ ഞാനും പോകാൻ ഓക്കെയായി. ഒടുവിൽ പോകാനുള്ള ദിവസമായി. ഞങ്ങൾ ബസ്സിലാണ് പോയത്. അവിടെ എത്തി ഒരു റൂം എടുക്കാൻ അമ്മൂമ്മ പറഞ്ഞു. അവിടെ ഉള്ളതിൽ വെച്ച് കുഴപ്പമല്ലാത്ത ഒരു റൂം എടുത്തു. ഞങ്ങളെല്ലാവരും ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി. അവിടെ ഒരു തമിഴൻ കിളവൻ നിൽക്കുന്നു. പുള്ളിയുടെ നോട്ടം അത്ര ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ചെറിയൊരു ദേഷ്യം വന്നു. എന്നാൽ ഞാനത് പുറത്ത് കാണിച്ചില്ല. പിന്നെ നോക്കുമ്പോൾ അയാളെ കണ്ടില്ല. ഞങ്ങൾ അവിടെ തൊഴുതിറങ്ങി. അമ്മമ്മ പറഞ്ഞു, നാളെ അമ്പലത്തിൽ എന്തോ വിശേഷമുണ്ട്, അതും കൂടി കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന്. ഞാനും വിചാരിച്ചു എന്തായാലും വന്നു, അതും കഴിഞ്ഞിട്ട് പോകാമെന്ന്. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഞാൻ ഒഴികെ എല്ലാവരും റെഡിയായി. അമ്മമ്മ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന്. സത്യത്തിൽ എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അത് പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ. അങ്ങനെ അവർ പോയി. 15 മിനിറ്റ് കൂടി ഞാൻ കിടന്നു. എന്നിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി. ഇന്നലെ കണ്ട കിളവൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. പെട്ടെന്ന് ഒരു കാക്കക്കുളിയും കുളിച്ച് പെട്ടെന്ന് തന്നെ വസ്ത്രം മാറി പുറത്തോട്ടിറങ്ങി അയാളെ ലക്ഷ്യമാക്കി നടന്നു. അയാളപ്പോൾ ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, ഇവിടെ കാണാൻ പറ്റിയ സ്ഥലം വല്ലതുമുണ്ടോ? കിളവൻ തമിഴിലാണ് മറുപടി പറഞ്ഞതെങ്കിലും ഞാനത് മലയാളത്തിൽ പറയുകയാണ്. ഉണ്ട് മോളെ, ഒരുപാടുണ്ട്. എന്താ, കറങ്ങാൻ പോകാനാണോ? അതെ. കൂടെ വന്നവർ എവിടെ? അവർ അമ്പലത്തിൽ പോയി. അയ്യോ, അമ്പലത്തിൽ നിന്ന് വന്ന വിശേഷ ദിവസമായിരുന്നു ഇന്ന്. അവർ വരാൻ രാത്രിയാകും. അത്രയ്ക്കും തിരക്കാണിന്ന്. അയ്യോ, അത്രയും താമസിക്കുമോ? കുഴപ്പമില്ല മോളെ, നമ്മൾ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വരുമ്പോഴേക്കും അവരെത്തും. എന്നാൽ ഓക്കെ. ഞാൻ അയാൾക്കൊപ്പം നടന്നു. കിളവന് ഓരോ സ്ഥലങ്ങളും കാണിച്ചു തന്നു. എനിക്ക് വല്ലാത്ത ദാഹം തോന്നി. ഇവിടെ വെള്ളം കിട്ടും. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീട് ഇവിടെ അടുത്താണ്. അവിടെ പോയാൽ നല്ല വെള്ളം തരാം. ഓക്കെ. അങ്ങനെ ഞാൻ അയാളുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ അതൊരു വീടെന്ന് പറയാൻ പറ്റില്ല. പഴയ തകര ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുടിൽ. അതിൽ കയറി വാതിലടച്ചു. വെള്ളം എനിക്ക് തന്നു. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ആ റൂമിൻ്റെ സൈഡിൽ മദ്യത്തിൻ്റെ കുപ്പി കിടക്കുന്നത്. ഞാൻ ചോദിച്ചു, ഭയങ്കര വെള്ളമടിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല, ക്യാഷ് ഉള്ളപ്പോൾ അടിക്കും. എന്നിട്ടൊരു ചെറിയ ചിരി തന്നു. ഞാനും ചിരിച്ചു. ഇവിടെ ബിയർ കിട്ടുമോ? എനിക്കൊരെണ്ണം കുടിക്കാൻ തോന്നുന്നു. 10 മിനിറ്റ് മോളിവിടെ ഇരുന്നാൽ ഞാൻ കൊണ്ടുവരാം. ഞാൻ ക്യാഷ് കൊടുത്തു. അയാൾ അവിടെ നിന്ന് പോയി. ഭയങ്കര ചൂട് കാരണം ഞാൻ എൻ്റെ അവിടെയുള്ള ഫാൻ ഇട്ട് ഒന്നിരുന്നു. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. അയാൾ അവിടെ വൃത്തിയാക്കില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം ആ റൂം വളരെ അലങ്കോലമായിരുന്നു കിടന്നിരുന്നത്. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കസേരയിൽ കാറ്റും കൊണ്ട് ഞാൻ അങ്ങനെ കാത്തിരുന്നു. അയാൾ വന്ന് വാതിൽ തുറന്നു. എന്നെ കണ്ട് അയാളൊന്ന് ഞെട്ടിത്തരിച്ചു നിന്നു. എന്തു പറ്റി? ആ ഡ്രസ്സിൽ മൊത്തം അഴുക്കാണല്ലോ. എന്തിനാ അതെടുത്തത്? അത് സാരമില്ല, ഭയങ്കര ചൂടായതുകൊണ്ടാണ് അതൊക്കെ മാറ്റി ഞാനിവിടെ ഇരുന്നത്. കുറച്ചു നേരം കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അയാളും ഒരു പാവിരിച്ച് അവിടെ ഇരുന്നു. കാരണം അവിടെ ഒരു കസേരയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാൾ 5 ബിയർ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 എണ്ണം പൊട്ടിച്ചു വെച്ചു. ഞാൻ ഒരെണ്ണം മടമടാന്ന് കുടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ പകുതി റിലേ പോയി. ഞാൻ ചൂട് കാരണം അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, നമുക്കിവിടെയുള്ള ജനാലുകളെല്ലാം തുറന്നിട്ടാലോ? കാരണം നല്ല ചൂടുണ്ട്. ഈ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് കൂടുമ്പോൾ ഇവിടെ ഒരു എണ്ണയുണ്ട്, ഞാനത് തേക്കും. എന്നിട്ടാണോ നോക്കി നിൽക്കുന്നത്? അതെനിക്കും താ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ 2ാമത്തെ ബിയർ പകുതിയും കുടിച്ചു.
മോൾക്കിപ്പോൾ അത് വേണോ? ആ വേണം. അയാൾ പോയി ആ എണ്ണ കൊണ്ടുവന്നു. അവിടെ ചാരിയിരിക്കുമായിരുന്ന ഞാൻ ആദ്യം തന്നെ ആ എണ്ണ എടുത്തു. എന്നിട്ട് എൻ്റെ തലയിൽ തേച്ചു. കാരണം എൻ്റെ തല വിയർത്തൊഴുകാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ നല്ല പച്ചവെള്ളം തലയിൽ കോരി ഒഴിച്ചതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ നല്ല രസമായിരുന്നു. ബിയറും കുടിച്ച് എല്ലാം റിലേ തെറ്റിയിരിക്കുന്ന ഞാൻ ഒരു നിമിഷം ഉറക്കത്തിലേക്ക് പോകാൻ തയ്യാറായിപ്പോയി എന്നെനിക്ക് തോന്നി. കുറച്ച് സമയം ആ കിളവൻ്റെ കൂടെ അവിടെ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. സമയം 4 എന്നെ റൂമിലാക്കൂ. കിളവനപ്പോൾ എന്നോട് റെഡിയാകാൻ പറഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ റെഡിയായി. അപ്പോൾ കിളവൻ പറഞ്ഞു, മോളെപ്പോലൊരു സുന്ദരിയെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരിചയപ്പെടാൻ പോലും കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ഇനി ചത്താലും കുഴപ്പമില്ല. നിങ്ങളുടെ കുടുംബം എല്ലാവരും എന്നെ വിട്ടുപോയി. ഭാര്യ അവൾക്കിഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയി. മക്കൾക്കും എന്നെ വേണ്ട. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞങ്ങളുടെ കൂടെ വരുന്നോ? ഞങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് നിന്നാൽ മതി. മോളെ, എനിക്ക് സന്തോഷമായി. ഞാൻ വരാം. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് എൻ്റെ അമ്മൂമ്മയും അനിയനും അറിയരുത്. ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ഞങ്ങൾ കയറുന്ന ബസ്സിൽ തന്നെ കയറിയാൽ മതി. അയാൾ എന്നെ റൂമിൽ കൊണ്ടുവിട്ടു. ഞാൻ നല്ല ക്ഷീണത്തിൽ വീണ്ടും കിടന്നുറങ്ങിപ്പോയി. രാത്രി 7 മണിയായപ്പോൾ അവർ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. അമ്മൂമ്മ പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് പോകാമെന്ന്. അങ്ങനെ അവരും കിടക്കാൻ പോയപ്പോൾ ഞാൻ ചുമ്മാ പുറത്തേക്ക് നോക്കി. അയാൾ അവിടെയുണ്ട്. ഞാൻ അയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ പോകുമെന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. റൂം വെക്കേറ്റ് ചെയ്തു. പുറത്തിറങ്ങി. കിളവനെ കണ്ടില്ല. എനിക്ക് ടെൻഷനായി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോയിൽ പോയി. അതാ കിടക്കുന്നു KSRTC. ഞാനും അമ്മൂമ്മയും അനിയനും ബസ്സിൽ കയറി. ഞാൻ സൈഡ് സീറ്റിലിരുന്നു പുറത്തേക്ക് നോക്കി. അപ്പോൾ കിളവൻ അവിടെയുള്ള കടയിൽ നിൽക്കുന്നു. അമ്മൂമ്മേ, ഞാൻ പോയി ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരട്ടെ? പെട്ടെന്ന് വരണം, ബസ് ഇപ്പോൾ എടുക്കും. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് അയാൾ നിൽക്കുന്ന കടയിലേക്ക് ചെന്ന് അയാളോട് ചോദിച്ചു, ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ എൻ്റെ കൂട്ടുകാരോട് യാത്ര പറയാൻ പോയതാ. അല്ലെങ്കിൽ പ്രശ്നമാകില്ലേ? അത് നന്നായി. അല്ലെങ്കിൽ നിങ്ങളെ കാണാനില്ലെന്നും പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുക്കും. അത് പുലിവാലാകും. ഈ പൈസ കയ്യിൽ വയ്ക്കേ, ബസ് കൂലിക്ക്. എന്നിട്ട് ഞാൻ വെള്ളം വാങ്ങി നടന്നു. അയാളും പിറകെ നടന്ന് ബസ്സിൽ കയറി. ബസ് വിട്ടു. ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കണ്ടക്ടറോട് തിരക്കി അയാളും ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ നാട്ടിലെത്തി. ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാൻ. സ്റ്റാൻഡിൻ്റെ വെളിയിൽ വെച്ച് കിളവനെ കണ്ടു. ഞാൻ അഡ്രസ്സ് എഴുതി തരാം. നാളെയോ മറ്റന്നാളോ വന്നാൽ മതി. ഏതെങ്കിലും ഓട്ടോക്കാരെ കാണിച്ചാൽ അവർ കൊണ്ടുവന്നാക്കിക്കോളും. ദാ, അതുവരെ ഒരു ചെറിയ ഹോട്ടലിൽ താമസിക്കാനും ചിലവിനുമുള്ള പണം. എന്നിട്ട് ഞാൻ പൈസ കൊടുത്ത് അഡ്രസ്സും കൊടുത്തു. ഞങ്ങൾ വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ഞാൻ എണീറ്റപ്പോൾ പുറത്ത് കിളവൻ്റെ ശബ്ദം കേട്ട് ഞാൻ നോക്കി. അയാൾ അമ്മൂമ്മയോട് തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ സംസാരിക്കുകയാണ്. അവസാനം അമ്മൂമ്മ സമ്മതിച്ചു. അയാൾ ആരും കാണാതെ എൻ്റെ സൈറ്റ് അടിച്ചു കാണിച്ചു. ഞാനും ചിരിച്ചു. അയാൾക്ക് താമസിക്കാൻ ഞങ്ങളുടെ വിറകുപുര മതിയെന്ന് പറഞ്ഞു. ഞാൻ വിറകുപുര കാണിക്കാൻ അയാളെയും കൊണ്ടുപോയി. അവിടെ ഞാനും അയാളും. ഞാൻ അകത്ത് കയറി റൂം കാണിച്ചു കൊടുത്തു. അയാളപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ എന്നെ നോക്കി. 5-6 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കാര്യമായിട്ട് ഒന്നും നടന്നില്ല. അമ്മൂമ്മയേക്കാൾ വിശ്വസ്തനായി മാറി അയാൾ. അമ്മൂമ്മയ്ക്കും അയാളൊരു വിശ്വസ്തനായിരുന്നു. അമ്മൂമ്മ അയാളെക്കുറിച്ച് പറയുന്നത്, ഒരു പാവമാ, കഴിക്കാൻ എന്ത് കൊടുത്താലും മതി, എന്ത് പറഞ്ഞാലും ചെയ്യും. അങ്ങനെ ഒരു ശനിയാഴ്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകണമെന്ന് അമ്മൂമ്മയോട് പറഞ്ഞു. വൈകിട്ടാണ് പോകേണ്ടതെന്നും വരാൻ താമസിക്കുമെന്നും പറഞ്ഞു. താമസിക്കുമെങ്കിൽ അത് കിളവൻ്റെ കൂടെ. അങ്ങനെയായിരുന്നു മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. അമ്മൂമ്മ പറഞ്ഞു. അയാൾ എവിടെ അമ്മൂമ്മേ? അവിടെ തൂക്കുകയാണ്. ഞാൻ അയാളോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പാവം അവിടെ മുഴുവനും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അയാളുടെ അടുത്ത് ചെന്നിട്ട്, അണ്ണാ, നമുക്ക് 6 മണിക്ക് ഒരിടം വരെ പോകണം. അല്പം താമസിക്കും. കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പമാ മോളെ, ഞാൻ റെഡിയാണ്. സമയം 6 ഞാൻ നോക്കുമ്പോൾ അയാളുടെ ഡ്രസ്സ് അത്രയ്ക്കും കൊള്ളില്ല. വേറെ ഡ്രസ്സില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല മോളെ, 2 എണ്ണമേ ഉള്ളൂ. ഒരെണ്ണം കഴുകിയിട്ടിരിക്കുകയാണ്. ആണോ? സാരമില്ല, നമുക്ക് വാങ്ങാം.
അയാളും ഞാനും എൻ്റെ വാഹനമായ ജുപിറ്ററിൽ കയറി യാത്രയായി. 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ആരും കാണാതെ ഞങ്ങൾ അവിടെ മെല്ലെ മെല്ലെ സംസാരിച്ച് കല്യാണ വീട്ടിലെത്തി. എൻ്റെ ഫ്രണ്ട്സുമായി കുറേ സമയം അടിച്ചു പൊളിച്ചു. അയാൾക്ക് ഞാൻ ആഹാരം കൊടുപ്പിച്ചു. സമയം 10 ബാക്കിയുള്ള ഫ്രണ്ട്സ് നേരത്തെ പോയി. ഞാൻ മാത്രമായി. ഞങ്ങൾ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. വണ്ടി ഓടിത്തുടങ്ങി. ഏകദേശം 20 മിനിറ്റായപ്പോൾ മഴ പെയ്യുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, എവിടെയെങ്കിലും നിർത്തണമെന്ന്. അയാൾ പറഞ്ഞു വേണ്ടെന്ന്. റെയിൻകോട്ട് എടുക്കാനും മറന്നു. അയാൾ എൻ്റെ അടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇറങ്ങി ഒരു കടയുടെ സൈഡിൽ പോയി കുറച്ചു നേരം നിന്നു. കാരണം അത്രയും മഴയുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ മഴ തോർന്നു. അയാൾ പറഞ്ഞു പോകാമെന്ന്. എനിക്ക് ഭയങ്കര കലിയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി വീട്ടിലെത്തി വിറകുപുരയുടെ സൈഡിൽ വെച്ചു. ഞാൻ വണ്ടി വെച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കിളവൻ പറഞ്ഞു, മോളെ ഒന്നിങ്ങ് വന്നേ. അല്പം ഗൗരവത്തോടെയായിരുന്നു എൻ്റെ ചോദ്യം. എൻ്റെ ഈ കാട്ടിലൊന്ന് അല്പം മാറ്റിയിടാനാണ്. വാ. ഞാൻ അകത്ത് കയറി കട്ടിൽ നേരെയാക്കി പോകാൻ ഒരുങ്ങിയപ്പോൾ കിളവൻ, ഇവിടെ ബിയറുണ്ട്, മോൾക്ക് വേണോ? ഇതെവിടുന്ന് കിട്ടി? ഇവിടുത്തെ അമ്മൂമ്മ എനിക്ക് 500 രൂപ തന്നു. പിന്നെ എൻ്റെ കയ്യിൽ ബസ് കൂലിയുടെ ബാക്കിയുമുണ്ടായിരുന്നു. എന്നാൽ താ, ഞാൻ കുടിക്കട്ടെ. അതിനു മുൻപ് ഇതൊന്നിട്ട് നോക്ക്. കിളവൻ ഒരു കവർ എനിക്ക് നേരെ നീട്ടി. ഞാനത് വാങ്ങി നോക്കി. ഞാൻ ഞെട്ടിപ്പോയി. നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പായിരുന്നു. മോളെ, ഇപ്പോൾ തന്നെ ഇതൊന്നിട്ട് കാണണം. അത് വേണോ? മോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാ, നമുക്ക് ബിയർ കഴിക്കാം. ഞാൻ അയാളുടെ റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി. നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പ്. എങ്ങനെയോ അത് പെട്ടെന്ന് തന്നെ ധരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം അയാൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? ഒരു രക്ഷയുമില്ല, സൂപ്പർ എന്നും പറഞ്ഞ് വാ നമുക്കിനി ബിയർ അടിക്കാം എന്ന് പറഞ്ഞു. ഞാനും അയാളും ബിയർ കഴിക്കാൻ തുടങ്ങി. ഞാൻ ഒറ്റയടിക്ക് തന്നെ പകുതിയും തീർത്തു. അയാൾ കുറച്ചേ കഴിച്ചുള്ളൂ. എന്നിട്ട് എന്തോ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും തുടങ്ങി. ഞാൻ പിന്നീട് എൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. രാവിലെ വിറക് കീറുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് സ്ഥിരമായി ഒരു മെഷീൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. എപ്പോഴും സേഫ്. നല്ല പ്രായമുള്ളവരാണ്. ഇപ്പോഴത്തെ ആളുകളെപ്പോലെ അവർ സ്വന്തം കാര്യം മാത്രം നോക്കില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് പ്രായമുള്ളവർക്ക് എപ്പോഴും ഇഷ്ടം. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ അവരെ ആശ്രയിക്കുന്നത്.